ഹലോ, എന്താ പരിപാടി? എന്താ താൻ ആരാടോ? എന്ത് ഇവിടെ എന്ത് കാണിക്കുന്നത്? എന്താ കുഴപ്പം? പിന്നെ ഇവിടെ നിന്ന് കുട്ടിയെ വിളിച്ചിട്ട് നീ എന്താ കാണിക്കുന്നത് ഇവിടെ? എന്താ പ്രശ്നം? എന്താണ് പ്രശ്നമുണ്ട്, ഇവിടെ നടക്കത്തില്ല ഇതൊന്നും. ശാന്തമായി സംസാരിക്കും. ഇത് കാണുമ്പോൾ എങ്ങോട്ടോ ശാന്തമായിട്ട് സംസാരിക്കുന്നത്? ആ കുട്ടിക്ക് വിഷയമില്ലല്ലോ. കുട്ടിക്ക് വിഷയമില്ലെന്നോ? അത് കുട്ടിയോട് ചോദിക്കണം. ആ കുട്ടിക്ക് പരാതിയില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കുട്ടിക്ക് പരാതി ഇല്ലോ എന്ന് കുട്ടിയോട് ചോദിക്കണം. അത് കുട്ടിയോട് ചോദിക്കൂ. അശ്വതിക്ക് പരാതി ഒന്നുമില്ല ഇത് കാണിക്കും. തീർന്നല്ലോ, നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ. ഇതൊക്കെ ഇങ്ങനെ എത്രയൊക്കെ ഉള്ളടേ. ഞാൻ വിചാരിച്ചു കേട്ടാ ഇങ്ങനെയൊന്നും പോകുന്ന പാർട്ടി അല്ലെന്ന് കേട്ടാ. ആണോ? ശരി, ഒന്ന് നടക്കട്ടെ. പിന്നെ സമാധാനമായി. അല്ലല്ലേ പറയും. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരാന്ന് മനസ്സിലാവുന്നില്ലെന്ന്. എന്നെ മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതാ മനസ്സിലായില്ല. ഞാൻ കൽപ്പണി. അത് കൊള്ളാം. അതപ്പോ മൈക്കാട് സൂപ്പർ മൈക്കാടാണ്. എന്റെ പൊന്നു മനുഷ്യ, കല്ല് കൊത്തുന്ന. അപ്പൊ അത് കൊള്ളാം. കല്ലുകൊത്തി ഞാനൊരു കല്ലുകൊത്തി നടിയോടി അങ്ങനെ ആ പാട്ട് നന്നായിട്ട് കളിക്കും കേട്ടാ. ജംഗ്ഷനിലേക്ക് പോണം, രണ്ടുപേരുടെ കളിച്ചാൽ മതി. അശ്വതി പോയപ്പോഴേ തോന്നി. എടോ ഭ്രാന്തന്മാരെ, എന്തോ അല്ല ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? റിപ്പർ ചന്ദ്രൻ മനസ്സിലായോ? റിപ്പർ ചന്ദ്രനല്ല, പിന്നെ ഞാൻ രാജശില്പി. ശില്പിയാണ് ഞാൻ. അത് പറയണ്ടേ? അതെ, ഒരു സംശയം. കൊറേ നാളായിട്ട് ഏതെങ്കിലും ഒരു ശില്പിയെ കാണുമ്പോ ചോദിക്കണോന്ന് ഞാൻ വിചാരിച്ചതാ. ഇപ്പൊ തെറ്റിദ്ധാരണ എല്ലാം മാറി. വെറുതെ ആ പാവത്തിനെ കളിയാക്കി. ഹേ രാജശില്പി, പറയൂ. ഞാനൊരു കാര്യം ചോദിച്ചോളൂ. ഈ ശില്പാ ഷെട്ടിയായിട്ട് എന്തെങ്കിലും ബന്ധം? ആരുമായിട്ട്? ശില്പാ ഷെട്ടി. ഈ പേരുകാരിയോ ഈ പേരിൽ പരാമർശിക്കുന്ന ആ പ്രോപ്പർട്ടി ആയിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. സത്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് ആദ്യം തന്നെ തോന്നി, ഇപ്പോഴും തോന്നുന്നു അങ്ങനെയാണ്. ഒരു കള്ള ലക്ഷണം ഉണ്ട്. അതുണ്ട്. സത്യമാണ് നിങ്ങൾ പറയുന്നത്? അതെ, സത്യോടോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കള്ള ലക്ഷണം എന്ന് പറയുമ്പോ അത് അപമാനമല്ലേ വേണ്ടത് നമുക്ക്? എന്തിനു അപമാനിക്കണം? കള്ള ലക്ഷണം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരു കള്ളന്റെ രൂപസാദൃശ്യം, കള്ളന്റെ ലക്ഷണങ്ങൾ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതെങ്ങനെയാണോ സന്തോഷിക്കുന്നത്? സന്തോഷിക്കണം. ഈ കള്ളന്മാരെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ്. നല്ലതിന് പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് മനസ്സിലാക്കി തരാം. ഇപ്പൊ ഒരു ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ ഒരു വക്കീല്, ഒരു ഡോക്ടർ, ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? ഡോക്ടർ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് രോഗം വരണമേ എന്നല്ലേ ചിന്തിക്കാറുള്ളൂ. ഒരുപാട് രോഗികൾ വരണമേ, അങ്ങനല്ലേ ചിന്തിക്കുക. ഒരു ബിസിനസ്സുകാരൻ, ഉദാഹരണത്തിന് ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ, അവന്റെ ചിന്തയിൽ എന്താണ് ഇപ്പോഴും? എല്ലാണോ ചത്തിങ്ങോട് വരണേ. ആണോ? സത്യമാണോ ഞാൻ പറയുന്നത്? ഒരു വക്കീല് എന്താണ് ആഗ്രഹിക്കുന്നത്? അടിപിടിയും കേസും ഉണ്ടായി അങ്ങേർക്ക് വരുമാനം ഉണ്ടാകണം. അതേസമയം ഒരു കള്ളന്റെ ചിന്ത എപ്പോഴും എന്താണ്? എല്ലാ ആൾക്കാരും സുഖനിദ്രയിലാകണമേ, ഇവന്മാർ എപ്പോഴും ഉറങ്ങണമേ. അത് ആരോഗ്യത്തിന് സംരക്ഷണം നൽകുന്ന കാര്യമല്ലേ? ഉറക്കം കിട്ടുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കള്ള ലക്ഷണം ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചേട്ടാ മരത്തിൽ കൊത്തുവോ? മരത്തിൽ കൊത്താൻ ഞാൻ മരം കൊത്തിയാണ്. അതല്ല ചേട്ടാ, ഈ മയിലൊക്കെ കൊത്തുവോ? മയിലിന്റെ അണ്ണാക്കി കൊണ്ട് കൈയിട്ടാൽ അത് കൊത്തും. പീലി വിരിച്ചു നിന്ന് തെറിയും വിളിക്കും. എന്റെ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചേട്ടന്റെ വീട് എവിടെ? എന്റെ വീട് കല്ലായി. ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? കല്യാണി. ഭാര്യയുടെ വീട് എവിടെയാ? കല്ലമ്പലം. ഓക്കെ, ചേട്ടന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കല്ലുകൊണ്ടൊരു പെണ്ണ. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ഞി കുടി. കളഞ്ഞില്ലേ? ഇതുവരെ എല്ലാത്തിനും കല്ലാറ്, കല്യാണി, പ്രാസം ഉണ്ടായിരുന്നു. ഇതിപ്പോ കഞ്ഞിയിൽ എവിടെയാ ചേട്ടാ കല്ല്? അതുകൊണ്ട് കളഞ്ഞില്ലേ? എല്ലാത്തിലും കല്ലുണ്ടായിരുന്നു. അല്ല, ഈ റേഷൻ അരിയുടെ കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? കുടിക്കണം. അണപ്പല്ല് പോലും കാണത്തില്ല. കല്ലില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. സോറി. അപ്പൊ നമുക്ക് തുടങ്ങാം ചേട്ടാ. എന്റെ ശില്പം കൊത്തുവല്ലേ? ഈ ശകുന്തള ദർഭമുന കാലേ കുണ്ട പോലെ നിൽക്കും. ശകുന്തള ഇങ്ങനെയാണോ ചേട്ടാ നിൽക്കുന്നത്? ഈ പെണ്ണിന് അങ്ങനെ തോന്നുന്നു ഇതൊക്കെ ചെയ്യാൻ. അതെന്താ ചേട്ടാ?
അളിയ ഇത് ശരിയല്ല. ഹലോ 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 വേണ്ട, ഇത് ശരിയല്ല. ഇത് ശരിയല്ല. നീ ഇത് പിന്നെ ശില്പിയാണെന്ന് ഇപ്പൊ സംശയമുണ്ട്. നീ പിന്നെ ആ രീതിയിലുള്ള നിന്റെ ഭാവങ്ങളൊക്കെ വേറെ മാറും. ഓക്കെ, ഇയാള് പെണ്ണുങ്ങളെ മാത്രമേ കൊത്തുവോളോ? അതാ പറഞ്ഞത്. കൊത്തുവോളോ? പെണ്ണുങ്ങളെ അസൂയ. മാത്രമേ കൊത്തുവോളോ? നിങ്ങൾക്ക് അല്ല, എന്താ നിന്റെ അസൂയ? രീതികളൊക്കെ ഇങ്ങനെ പറയല്ലോ. കൊത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം അല്ല നീ ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറ്റില്ല അത്. സുഹൃത്തെ, ആ ഒരു ശില്പി എപ്പോഴും ഉം. പ്രേമാതുരനായിരിക്കും. അയാൾ അങ്ങനെ കൂടുതൽ പ്രേമിക്കും. ഇയാൾ ഞങ്ങളെ പ്രേമിക്കണേ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പെണ്ണുങ്ങളെ മാത്രമേ കൊത്തുകയുള്ളൂ. പെണ്ണുങ്ങളെ ശില്പങ്ങൾ മാത്രം. നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇപ്പൊ? സ്ത്രീകളെ മാത്രം. നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇപ്പൊ? ഞങ്ങൾ പുരുഷന്മാരെ എന്താ പിന്നെ കൊത്തിയ ശരി. പുരുഷന്മാരുടെ രൂപം കൊത്തുന്നില്ല. അത് നിങ്ങളെ കണ്ടിട്ട് പുരുഷന്മാരായിട്ട് തോന്നണ്ടേ? ഓ, കളഞ്ഞു കളഞ്ഞു. ഓ, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ രൂപം കൊത്താം. ഇറങ്ങി വരും രണ്ടുപേരും. അശ്വതി പൊക്കോളൂ. മര്യാദ ഞാൻ പോകട്ടെ. പൊക്കോളൂ. നമ്മളെ കണ്ട പുരുഷന്മാരുടെ ലക്ഷണമാണ്. പുള്ളിയെ കണ്ടാലാ തോന്നാത്തത്. വാ വാ വാ. മുടിയും വെളുത്തി. നിങ്ങളുടെ പ്രശ്നം അങ്ങ് മാറ്റിത്തരാം. വരൂ വരൂ വരൂ. റെഡിയാണല്ലോ? റെഡിയാണ്. അപ്പൊ നിങ്ങളുടെ രൂപം ഞാൻ കൊത്താം. അപ്പൊ ഞാൻ തരുന്ന ആ പോസിൽ നിൽക്കണം. അത് വേണം, അത് വേണം. ആഹാ, നിങ്ങൾ ശില്പിയുടെ സൈഡ് ആയല്ലോ. ഇങ്ങനെ നിൽക്കൂ. ഇതാണോ വലിയ പോസ്? ആ, നിൽക്കൂ. ഇങ്ങനെ നിൽക്കൂ. ആ, പോരാ പോരാ, കുറച്ചുകൂടെ താഴട്ടെ, കുറച്ചുകൂടെ താഴട്ടെ. നെൽസൺ ചേട്ടാ അരമണ്ഡലത്തില് നിൽക്കും, അരമണ്ഡലത്തില്. ആ, അങ്ങനെ നിൽക്ക്, അങ്ങനെ നിൽക്കൂ, അങ്ങനെ നിൽക്ക് കേട്ടോ. ഹലോ, ആ ന്യൂ പാലസ്തീൻ മാർബിൾസിന്റെ മുതലാളിയല്ലേ? ആ, 2 ശില്പം വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ കടയുടെ ഫ്രണ്ടിൽ വെക്കാനായിട്ട്. ഇത് ജീവൻ തുളുമ്പുന്നതാണ്. ചില റേറ്റ് കൂടും. 150 രൂപയും കടുങ്കാപ്പിയും കൊടുത്താൽ മതി. വിഷയമൊന്നുമില്ല. അവന്മാർ രാവിലെ തൊട്ട് അവിടെ പൊരി വെയിലത്ത് വന്ന് നിന്നോളും. ഓക്കെ അളിയ, 150 രൂപയ്ക്ക്. എന്റെ പൊന്നെ, നീ നിന്റെ യഥാർത്ഥ സ്വഭാവം കണ്ടേ. നമ്മള് ഗസ്റ്റ് ആയിട്ട് വന്നേടാ. അവര് വരും 150 രൂപയ്ക്ക് കടയുടെ ഫ്രണ്ടിൽ പോത്ത് പോലെ വന്ന് നിന്നോളും. ഓക്കെ, അപ്പൊ ഓക്കെ വരൂ. എന്തിനാണ്? ഒരു കാര്യത്തിന് എന്തിനാണ്? ഏരിയ കണ്ടേ?